നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കല്യാണത്തിന് അവൻ കൃത്യമായിട്ട് എത്താന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇന്ന് ഒരുപാട് മുഹൂർത്തമുണ്ട് എന്ന് വെച്ച് നമ്മൾ മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ലല്ലോ. അതെ അതെ അതെ. മാധവൻ നായര് കാശി രാമേശ്വര യാത്രയെ കഴിഞ്ഞ് എപ്പ എത്തി? ഇന്നലെ എത്തിയതേ ഉള്ളൂ. ഓ, മോളുടെ പേരില് കുറെ വഴിപാടുകൾ ഉണ്ടായിരുന്നു. അഗ്നിക്കാവടി, നേർച്ച, അങ്ങനെ പലതും. എന്നാലും ആദ്യമൊന്നും മുടങ്ങിയതല്ലേ? അതിന്റെ സങ്കടത്തിൽ നിന്നും കരകയറാൻ മാധവൻ നായർ ഇതുപോലുള്ള വഴിപാടുകൾ നടത്തുന്നത് എപ്പോഴും നല്ലതാ. മുടക്കണ്ട. പക്ഷേ ഈ കല്യാണത്തിൽ വിഘ്നങ്ങളൊന്നും വരില്ല. കാരണം കുറുപ്പാണ് പയ്യന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നടത്തുന്നത്. ഏതാ അതുകൊണ്ട് നടക്കുന്നേ ഉറപ്പാണ്. പിന്നെ എന്നാ നമുക്ക് അകത്തോട്ട് കയറാം. കുറുപ്പിച്ച വരൂ. നമസ്കാരം. 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 എന്താ സരോജിനി അമ്മേ, സുഖം തന്നെയല്ലേ? ഈശ്വരന്റെ കൃപ കൊണ്ട് സുഖമായിട്ട് പോന്നു. അല്ലെങ്കിലും സരോജിനി അമ്മയ്ക്ക് എന്ത് സുഖക്കുറവാ. നിങ്ങളുടെ ചെറുമകൻ കയറി പിടിച്ചത് വലിയ കുടുംബത്തിന്നല്ലേ? ഞങ്ങളുടെ ചെറുമകളെ അല്ലേ അവൻ മനസ്സ് മാറ്റി വിളിച്ചിറക്കി കൊണ്ടുപോയത്. വന്ദനയാണെങ്കി കോടീശ്വരം മുതലാളിയെ കറക്കിയെടുക്കാൻ നോക്കി. പക്ഷെ നടന്നില്ല. വിധി അവളുടെ ജാതകദോഷം. അവന്റെ താലിഭാഗ്യം പോലും ഇല്ലാതാക്കിയില്ലേ? എന്നിട്ട് മുകളിലോട്ട് വിളിക്കുകയും ചെയ്തില്ലേ? ഇപ്പോ വർഷയ്ക്ക് കൊമ്പത്ത് നിന്നല്ലേ ബന്ധം. ഇതൊക്കെ നിങ്ങൾ എങ്ങനെ ഒപ്പിച്ചെടുക്കുന്നു? കല്യാണ ദിവസമാ, നല്ലൊരു ചടങ്ങ് നടക്കാൻ പോവുക. അതുകൊണ്ട് മാത്രം ഇവിടെ വെച്ച് ഞാൻ നിങ്ങളോട് 4 വർത്താനം പറയാത്തത്. വന്നത് കല്യാണം കൂടാനല്ല, അത് തകർന്നാൽ കണ്ട് രസിക്കാനാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ കുഞ്ഞിന് അങ്ങനെ ഒരു ഗതി വരില്ല. ഇത് ഈശ്വരൻ നേരിട്ട് ഇറങ്ങി വന്ന് നടത്തിത്തരും. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മോന്തക്കിട്ടൊന്ന് തരേണ്ടതാ. പക്ഷേ എന്റെ സംസ്കാരം അതിനനുവദിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയുന്നില്ല. പുറകിലെ സദ്യ ഒരുക്കിയിട്ടുണ്ട്. ചെന്ന് നക്കി തിന്നിട്ട് പോകാൻ നോക്ക് പെണ്ണുമ്പിള്ളേ. വാടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.